ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മകളെ നഷ്ടപ്പെട്ട ഒരമ്മയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അവര് എന്തൊരു പ്രകാശത്തോടെയാണ് തൻ്റെ മകളെക്കുറിച്ച് പറയണതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും ആ വെട്ടം പോകുന്നില്ല. ശരിക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന സമയത്താണ്, അതിന് തൊട്ട് മുൻപായിട്ടാണ് ഇവൾക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ ഒരുക്കത്തോടെ ഒരുപാട് സ്നേഹത്തോടെ അവൾ ഈശോയെ സ്വീകരിച്ചു. പിന്നീട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലെ കൊല്ലപ്പരീക്ഷയ്ക്ക് തൊട്ട് മുൻപായിട്ടാണ് ഈ കൊച്ചു മരിച്ചു പോണേ. അമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശത്തോടെ പ്രകാശം നിറഞ്ഞ വാക്കുകളോടെന്നൊക്കെ പറയില്ലേ, അതുപോലെ അമ്മ പറയായിരുന്നു വെച്ചാൽ ഈ മൂന്ന് വർഷം മുഴുവൻ എൻ്റെ മകൾ ഒരുങ്ങിയത്, കാത്തിരുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്, ഈശോയെ കാണാൻ വേണ്ടിയിട്ട്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്, ഈശോയെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ചുറ്റും നടക്കുന്നതൊന്നും തന്നെ സഹായിക്കില്ലെന്ന്, അത് തന്നെ ഒന്നും സന്തോഷിപ്പിക്കില്ലെന്ന്, അതിലൊന്നും ഒരു വലിയ കാര്യമില്ലെന്നൊക്കെ ഈ കൊച്ചിനും മനസ്സിലായത് കൊണ്ടായിരിക്കണം. പിന്നെ സ്വർഗത്തിലേക്കാണ് നോട്ടം. പിന്നെ ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. മാറാനാത്ത പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ എന്നുള്ള ആ ഒരു ആദിമ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തെ എത്രമാത്രം ബലപ്പെടുത്തിയിരുന്നു എന്ന് സഭാചരിത്രം സാക്ഷിയാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ക്രിസ്തുമസിൻ്റെ എന്ന് വായിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല എന്നുള്ളത്. എന്തൊരു കോൺട്രഡിക്ഷനാണ് നോക്കണം. സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല. കാലങ്ങളായി രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് അവൻ വരുമ്പോൾ അവർക്ക് സത്രത്തിലേക്ക് കയറാനായിട്ട് ഇടം ലഭിച്ചില്ല എന്ന് പറയണേ. വചനം പറയുന്ന കാര്യം, ഹെറോദേസ് രാജാവിനോടൊപ്പം തന്നെ ജെറുസലേം മുഴുവനും ക്രിസ്തു ജനിച്ച വിവരം അറിയുമ്പോൾ അസ്വസ്ഥരായി എന്ന് പറയണേ. അസ്വസ്ഥരായി. ഒരുക്കമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ എൻട്രി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഒരു രാജകൊട്ടാരം ക്രിസ്തുവിനെ സ്വീകരിക്കാനാവാതെ ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത്. രാജാതിരാജൻ പിറക്കുന്ന നേരത്ത് ഒരു കൊട്ടാരം ഇങ്ങനെ അവനെ സ്വീകരിക്കാനാവാതെ ശൂന്യമാവുന്നു. ആലോചിച്ച് നോക്കിയേ. സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്ന മനുഷ്യരാവണോ, അതല്ലെങ്കിൽ അവൻ ജനിക്കുമ്പോൾ അവനെ സ്വീകരിക്കാനാവാതെ അസ്വസ്ഥതപ്പെടുന്ന മനുഷ്യരാവണോ വേണ്ടയോ എന്ന് നമ്മുടെ ചോയ്സാണ്. ക്രിസ്തുവിന് വേണ്ടി പല കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം ഒരുങ്ങണമെന്ന്. ഹൃദയം മാത്രമൊന്നും ഒരുങ്ങിയാൽ പോരാന്നേ, ഇങ്ങനെ ശരീരവും ഒരുങ്ങണം, ജീവിതം മുഴുവനായിട്ട് ഒരുങ്ങണം. ഈ ജീവിതമാണ്, ഹൃദയം മാത്രമല്ല, ജീവിതം മുഴുവനുമാണ് എനിക്ക് അവനായിട്ടൊരുക്കാനായിട്ടുള്ള പുൽക്കൂട്. അവിടെയാണ് വചനം മാംസം ധരിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അത് ഹൃദയത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തു വരുന്നതിൻ്റെ, അവനെ സ്വീകരിച്ചതിൻ്റെ, അവന് ഇടം കൊടുത്തതിൻ്റെ മാറ്റങ്ങൾ കാണാനായിട്ടുള്ള സമയമാണ് ഇനി. അപ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഹെറോദേസിനെ പോലെ, അവനോടൊപ്പം അസ്വസ്ഥരായ ജെറുസലേം നിവാസികളെ പോലെയല്ല, ഇതുപോലെ മാറാനാത്ത പ്രാർത്ഥനയും ചൊല്ലി അവന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആദിമകാല ക്രിസ്ത്യാനികളെ പോലെ. വെറും 3 വർഷം മാത്രം ജീവിക്കുമ്പോൾ, 8 വയസ്സിൽ മരിച്ചു പോകുമ്പോൾ, ആ 3 വർഷം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മാത്രം, സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രം ഒരുങ്ങിയ ഒരു കുഞ്ഞിനെ കണക്ക്. കർത്താവെ, ഞങ്ങളുടെ ഒരുക്കങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണതയുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും അടുത്ത ദിവസങ്ങൾ. കർത്താവിന് വേണ്ടി ഒരുങ്ങാം, കാത്തിരിക്കാം. തീർച്ചയായും അവൻ സ്വർഗത്തിൻ്റെ സന്തോഷവും സമാധാനവുമായി, ഇങ്ങനെ ലോകത്തിന് തരാൻ പറ്റാത്ത വലിയ സ്നേഹവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. മാറാനാത്ത കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ. ഉള്ളു തുറന്ന് മനസ്സർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. അതിനുവേണ്ടി ഹൃദയവും ജീവിതവും ശരീരവും കുടുംബവും ഒക്കെ ഒന്ന് ഒരുക്കമുള്ളതാക്കി തീർക്കാം.